ദൈവം. മനുഷ്യൻ അവൻ്റെ ജീവിതം തൻ്റെ കൈകളിൽ നിന്നും നഷ്ടമാകും എന്ന് തോന്നുമ്പോൾ അവൻ്റെ മുന്നിൽ അവനെ സംരക്ഷിക്കാനായി എത്തുന്ന കരങ്ങളാണ് ദൈവം. ഇപ്പോൾ ഈ നിമിഷം അതങ്ങനെ മാത്രമല്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കില്ല, അല്ലേ? അന്ധവിശ്വാസങ്ങളുടെ താഴ്വാരമായ ഗ്രാമീണ പ്രദേശങ്ങളിൽ ജനിച്ചു വളർന്ന എന്നെപ്പോലെയുള്ളവർക്ക് ഞാൻ ഈ പറയുന്നത് ഒരുപക്ഷെ മനസ്സിലായേക്കാം. നാട്ടിലെ തുടരെയുള്ള മരണം എങ്ങെങ്ങും ചർച്ചാ വിഷയമായ ആ ദിവസം നാട്ടുകാരെല്ലാവരും ഒരു തീരുമാനമെടുത്തു. എന്നാൽ പിന്നെ ഒരു പ്രശ്നം വെപ്പിക്കാം, അല്ലേ? അങ്ങനെ പണിക്കരെത്തി. കവിടി നിരത്തി ഉറച്ച ശബ്ദത്തിൽ അദ്ദേഹം പറഞ്ഞു, ക്ഷേത്രത്തിന് ദോഷമുണ്ട്. ഉടനെ പരിഹാരം നടത്തിയില്ലെങ്കിൽ ഇനിയും ഉയിരു പൊരിഞ്ഞേക്കാം. ഇത് കേട്ട് ആശങ്കാജനകരായ ഞാൻ ഉൾപ്പെടെയുള്ള നാട്ടുകാർ പരിഹാരം എന്താണെന്നറിയാൻ ഭയത്തോടെ കാതോർത്തു. ഒരു നീണ്ട നിശബ്ദതയ്ക്ക് ശേഷം പണിക്കർ തൻ്റെ ശിരസ്സുകൾ ഉയർത്തിപ്പിടിച്ച് സ്ഥലത്തെ പ്രമുഖനോട് ഇപ്രകാരം പറഞ്ഞു: തറവാട്ടിലെ കന്യകയായ ഒരു പെൺകുട്ടി ദേവിയുടെ ആടയാഭരണങ്ങൾ അണിഞ്ഞ് ദേവീപ്രതിഷ്ഠയായി സ്വയം സങ്കല്പിക്കുകയും അവളെ ദേവീരൂപമെന്ന് കണക്കാക്കി പൂജകൾ നടത്തുകയും വേണം. വളരെ ഞെട്ടലോടെയായിരുന്നു അവിടെ നിന്ന് ഓരോ വ്യക്തികളും അദ്ദേഹത്തിൻ്റെ വാക്കുകളെ കേട്ടിരുന്നത്. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം പരിഹാരകർമ്മങ്ങൾ ശരിവെച്ച് നാട്ടുകാരും ബന്ധുക്കളും അവരവരുടെ വീടുകളിലേക്ക് മടങ്ങി. അന്നവിടെ കൂടിയിരുന്ന ഏവരെയും പോലെ അതാരായിരിക്കും എന്ന ആകാംക്ഷയോടെയാണ് ഞാൻ ആ രാത്രി തള്ളി നീക്കിയത്. ഒരു 19 വയസ്സുകാരിയുടെ മനസ്സിന് അതിൽ കൂടുതലൊന്നും അന്ന് ആ രാത്രി ചിന്തിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. പിറ്റേന്നത്തെ പ്രഭാതം അതത്ര സുഖപ്രദമായിരുന്നില്ല. ആരായിരിക്കും ആ കന്യക എന്ന ചർച്ചയിലൂടെയാണ് അന്നത്തെ പ്രഭാതം ആരംഭിച്ചത്. വേലുകൾ പലയിടങ്ങളിലേക്ക് ചൂണ്ടപ്പെട്ടെങ്കിലും ഒടുക്കം ഒട്ടും പ്രതീക്ഷിക്കാതെ ആ വിരലുകൾ ഒന്നടങ്കം എന്നിലേക്ക് വന്നണഞ്ഞു. അതുവരെ ദേവിയോട് ഭയവും ഭക്തിയും ഒരുപോലെ ഉണ്ടായിരുന്ന എനിക്ക് ക്ഷേത്രവും പ്രതിഷ്ഠയും വെറും ഭയം മാത്രം ഉണ്ടാക്കുന്ന ഒന്നായി മാറി. അന്ന് ഞാൻ ആദ്യമായി ഒരിക്കലും ദൈവത്തിന് പ്രിയപ്പെട്ടവളാകാതിരിക്കാൻ ആ ദൈവത്തോട് തന്നെ അപേക്ഷിക്കുകയായിരുന്നു. ആരുമറിയാതെ അന്ന് അവിടം വിട്ട് ഇറങ്ങിപ്പോകണമെന്ന് വരെ ചഞ്ചലമായ ആ മനസ്സ് ആഗ്രഹിച്ചിരുന്നു. അന്നു മുതലുള്ള ഓരോ രാത്രിയും ഭയാനകമായ സ്വപ്നങ്ങളുടെ ചാകരകളായിരുന്നു. ഇന്നും എനിക്ക് വ്യക്തമല്ല അന്ന് ആ തറവാട്ടിൽ എന്നെപ്പോലെ എത്ര പെൺകുട്ടികൾ ഇതിനെ ഓർത്ത് ഭയന്നിരിക്കാമെന്ന്. ഒരുപക്ഷെ ഒരു കൂട്ടം പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം നാട്ടുകാരിൽ ചിലർ വേറൊരു പ്രമുഖ ജ്യോത്സ്യനുമായി സംസാരിക്കാനിടയുണ്ടാവുകയും അദ്ദേഹം ഈ ചടങ്ങുകളിൽ അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തതോടെ ഈ പൂജാകർമ്മങ്ങളെക്കുറിച്ചുള്ള ആശങ്ക നാട്ടുകാരിൽ നിന്നും പാടെ ഒഴിവായി. മുറിവുകൾ ഉണങ്ങുമെങ്കിലും പാടുകളും അതിൻ്റെ ഓർമ്മകളും ഓരോ വ്യക്തിയിലും അവശേഷിക്കുന്നത് പോലെ ഈ സംഭവത്തിൻ്റെ ഉടഞ്ഞ ചില്ലുതാളുകൾ എന്നിൽ ഇന്നും അവശേഷിക്കുന്നുണ്ട്. അതിനുശേഷം കുറേ വർഷങ്ങൾ അമ്പലങ്ങളും പ്രതിഷ്ഠകളും എനിക്കൊരു പേടി സ്വപ്നം മാത്രമായിരുന്നു. ഇന്നതെല്ലാം വെറും അന്ധവിശ്വാസമാണെന്നും കുറെ അറിവില്ലായ്മയുടെ അടിച്ചേൽപ്പിക്കലുകളാണെന്നും ഞാൻ ഉൾക്കൊണ്ടു കഴിഞ്ഞു. ഇന്ന് ആ സംഭവം ഓർത്തു ചിരിക്കാനുള്ള ഒന്ന് മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ. അതങ്ങനെ ഒരു സംഭവം. വീണ്ടും മറ്റൊരനുഭവവുമായി മറ്റൊരു കഥയുമായി എത്തുന്നതുവരെ നിങ്ങളുടെ സ്വന്തം നീർമാതളം. ശുഭരാത്രി.